Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ജൂൺ 19 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശത്ത് കുടുങ്ങിയ ബഹ്റൈനി സ്വദേശികളെ തിരികെ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ബഹ്റൈൻ ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഇറാഖിൽ കുടുങ്ങിയവരുടെ ആദ്യ സംഘത്തെ കുവൈത്തിലേക്ക് കരമാർഗം എത്തിച്ചതിന് ശേഷം ഇവരെ ബഹ്റൈനിലേക്ക് കൊണ്ടുവന്നതായി അധികൃതർ വ്യക്തമാക്കി. വിദേശത്തുള്ള ബഹ്റൈൻ നയതന്ത്ര ദൗത്യങ്ങളുമായും ബന്ധപ്പെട്ട രാജ്യങ്ങളുമായും ഏകോപിപ്പിച്ച് കുടുങ്ങിക്കിടക്കുന്ന എല്ലാ പൗരന്മാരുടെയും സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൗരന്മാരുമായി നേരിട്ട് ബന്ധപ്പെട്ടതായും മന്ത്രാലയം സ്ഥിരീകരിച്ചു. അവർക്ക് ഇറാഖ് വഴിയോ തുർക്ക്മെനിസ്ഥാൻ വഴിയോ മടങ്ങാനുള്ള അവസരങ്ങളുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഇറാഖിലേക്ക് പ്രവേശിക്കുന്ന ബഹ്റൈൻ പൗരന്മാർക്ക് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികൾ ബാധിച്ച വിവിധ പ്രദേശങ്ങളിലെ ബഹ്റൈനികളെ തിരിച്ചയക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണം ഒരുക്കണമെന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ തീരങ്ങളിലുള്ള സമുദ്ര സമ്പത്ത് സംരക്ഷണവും നിയമലംഘനങ്ങൾ തടയലും ലക്ഷ്യമിട്ട് ബഹ്റൈൻ കോസ്റ്റ് ഗാർഡ് ബുദയ്യയിൽ സംയുക്ത ബോധവൽക്കരണവും പരിശോധനാ ക്യാമ്പയിനും നടത്തി. നോർത്തേൺ ഗവർണറേറ്റ്, പോലീസ് ഡയറക്ടറേറ്റ്, നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, പരിസ്ഥിതി, സുപ്രീം കൗൺസിലിന്റെ കീഴിലുള്ള സമുദ്ര വിഭവ വകുപ്പ്, LMRA, ആരോഗ്യ മന്ത്രാലയം, നോർത്തേൺ മുനിസിപ്പാലിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ നടത്തിയത്. പരിശോധനയിൽ മീൻപിടുത്ത നിയമങ്ങൾ ലംഘിച്ചവരും അനധികൃതമായി താമസിച്ചിരുന്ന വിദേശികളും പിടിയിലായി. ഇവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇത്തരം സംയുക്ത നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. മനാമ ക്യാപിറ്റൽ ഗവർണറേറ്റ്, പോലീസ് ഡയറക്ടറേറ്റ് നീന്തൽ കുളങ്ങളിലെ സന്ദർശകരെ ലക്ഷ്യമാക്കി ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. പൊതുസുരക്ഷയെ പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങളിലേക്കുള്ള ബോധവൽക്കരണം വിപുലീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി ഗവർണറേറ്റിനുള്ളിലെ നിരവധി നീന്തൽക്കുളങ്ങളിലേക്ക് ഓഫീസർമാർ നേരിട്ട് സന്ദർശനം നടത്തുകയും സുരക്ഷാ നിയമങ്ങളും പ്രാബല്യത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. കൂടാതെ സന്ദർശകർക്കായി മുൻകരുതൽ നിർദ്ദേശങ്ങളും സുരക്ഷാ നിയമങ്ങളും ഉൾപ്പെടുത്തിയ ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ICRF ബഹ്റൈൻ അവരുടെ വാർഷിക വേനൽക്കാല അവബോധ പരിപാടി തേഴ്സ് കോൺഗ്രസ് 2025 ജൂൺ 21 ശനിയാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടുംചൂടിൽ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാനായി തൊഴിൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഈ ഉദ്യമം നടത്തുന്നത്. ആരോഗ്യകരവും സുരക്ഷിതവുമായ വേനൽക്കാലം നിലനിർത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതിയിലൂടെ വേനൽച്ചൂട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തൊഴിലാളികൾക്ക് കുപ്പിവെള്ളം, ലെബൻ ജ്യൂസ്, പഴങ്ങൾ എന്നിവ വിതരണം ചെയ്യും. തുടർച്ചയായ 10ാം വർഷമാണ് ICRF തേഴ്സ് കോൺഗ്രസ് നടക്കുന്നത്. ഈ വർഷത്തെ ക്യാമ്പയിൻ തൊഴിൽ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, LMRA, IOM എന്നിവരുമായി സഹകരിച്ചാണ് സംഘടിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ എന്ന പോലെ ബോറ സമൂഹവും മറ്റു സന്നദ്ധ പ്രവർത്തകരും ഈ പദ്ധതിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അടുത്ത 2 ആഴ്ചത്തേക്കാണ് വിവിധ വർക്ക് സൈറ്റുകളിൽ പ്രതിവാര പരിപാടികൾ നടക്കുക. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
ലഹരികൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി IYCC ബഹ്റിൻ നടത്തുന്ന യൂത്ത് അലേർട്ട് പരിപാടി ആരംഭിച്ചു. സംഘടനയുടെ 9 ഏരിയ കമ്മിറ്റികളെ 3 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് നടത്തുന്ന യൂത്ത് അലേർട്ടിന്റെ ആദ്യ സ്വീകരണ പരിപാടി ബഹ്റിൻ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഹിദ് അറാദ് മുഹറക് ഗുദൈബിയ ഏരിയകളുടെ നേതൃത്വത്തിലുള്ള പരിപാടിയാണ് നടന്നത്. യൂത്ത് ഫസ്റ്റ് പ്രോഗ്രാം കമ്മിറ്റിയുടെ കീഴിൽ IYCC പ്രവർത്തകർ അഭിനയിച്ച തണൽ നാടകത്തിന്റെ അവതരണവും ഉണ്ടായിരുന്നു. മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ജാഥയുൾപ്പെടെയുള്ള പരിപാടിക്ക് ഗുദൈബിയ ഏരിയ പ്രസിഡന്റ് സജിൽ കുമാർ സ്വാഗതം ആശംസിച്ചു. ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന IYCC യൂത്ത് ഫസ്റ്റ് 2025 പ്രചാരണത്തിന്റെ ഭാഗമായാണ് പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. യൂത്ത് ഫസ്റ്റ് 2025 ജനറൽ കൺവീനർ ജിതിൻ പെരിയാരം, ബഹ്റിൻ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ഭാരവാഹി ബാബു കുഞ്ഞിരാമൻ, IYCC വനിതാവേദി കൺവീനർ മുബീന മൻഷീർ, തണൽ നാടക സംവിധാനം നിർവഹിച്ച രമേശ് ബേബിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ഹിദ് അറാദ് ഏരിയ പ്രസിഡന്റ് റോബിൻ കോശി നന്ദി പറഞ്ഞു. അൽമനൈ കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി പ്രവർത്തകർക്കും കുടുംബത്തിനുമായി സംഘടിപ്പിച്ച റയ്യാൻ ഈദിയ 2025 ശ്രദ്ധേയമായി. ഖുർആൻ പാരായണ മത്സരം, മലയാള പ്രസംഗ മത്സരം, ജസ്റ്റ് എ മിനിറ്റ്, ഗാന മത്സരം തുടങ്ങിയ വിവിധ പരിപാടികളിൽ മനാമ, ഹൂറ, ഗുദൈബിയ, ഉമ്മൽ ഹസം, മുഹറക്, ഹിദ്, സിൽമാനിയ, ഈസ ടൗൺ, റഫ എന്നീ യൂണിറ്റിലെ അംഗങ്ങൾ പങ്കെടുത്തു. വസീം അഹമ്മദ് അൽ ഹിക്കമി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സാദിഖ് ബിൻ യഹ്യ സ്വാഗതം പറഞ്ഞു. സെന്റർ ചെയർമാൻ VP അബ്ദുൾ റസാഖ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. റയ്യാൻ പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയം പരിപാടികൾ നിയന്ത്രിച്ചു. സെന്റർ പ്രസിഡന്റ് DP അബ്ദുൽ അസീസ്, ട്രഷറർ ഹംസ അമേദ്, യാക്കൂബ് ഈസ, CM അബ്ദുൽ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. സജാദ് ബിൻ അബ്ദുൾ റസാഖ്, വസീം അഹമ്മദ് അൽ ഹിക്കമി എന്നിവർ അവതരിപ്പിച്ച ഇബ്രാഹിം നബിയുടെ ചരിത്രം പങ്കെടുത്തവർക്ക് ഒരു പുത്തൻ അനുഭവമായി. ജനറൽ സെക്രട്ടറി MM റിസാലുദ്ദീൻ നന്ദി പറഞ്ഞു. ബഹ്റിനിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ആൻറ്റി നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ അന്വേഷണത്തിൽ മയക്കുമരുന്നുകളുമായി 2 പേരെ അറസ്റ്റ് ചെയ്തു. 39,000 ദിനാറിലധികം വില വരുന്ന മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങളിലും പരിശോധനകളിലുമാണ് പ്രതികളെ തിരിച്ചറിയാനും അവരിൽ നിന്ന് മയക്കുമരുന്നുകൾ കണ്ടെത്താനും കഴിഞ്ഞതെന്ന് അധികൃതർ അറിയിച്ചു. പ്രതികളിൽ ഒരാൾ വിമാനത്താവളത്തിലെ കസ്റ്റംസ് വഴി തപാൽ പാഴ്സലായി മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്തതായും കണ്ടെത്തി. പിടിച്ചെടുത്ത മയക്കുമരുന്നുകൾ കണ്ടുകെട്ടുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർ നടപടികൾക്കായി 2 സംഭവങ്ങളും പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്.